കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് മട്ടന്നൂർ പഞ്ചായത്തിനകത്ത് ഇന്ന് ദൃശ്യമായിട്ടുള്ളത്. മട്ടന്നൂർ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് CPM-നും 8 സീറ്റ് UDF-നും 4 സീറ്റ് BJP-ക്കും 2 സീറ്റ് സ്വതന്ത്രപരമാണ് ജയിച്ചു വന്നത്. ഈ പഞ്ചായത്ത് 2005 മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായി അധികാരത്തിലിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിനകത്ത് ഭരണസ്ഥിരത ഉണ്ടാവുക എന്ന ഒറ്റ ലക്ഷ്യമാണ് ഞങ്ങൾക്കുണ്ടായത്. അതിൻ്റെ ഭാഗമായി സ്വതന്ത്രമായി ജയിച്ചു വന്ന ശ്രീമാൻ KR ഔസേപ്പിനെ നിരുപാധിക പിന്തുണയ്ക്കാനാണ് CPIM തീരുമാനിച്ചത്. അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി വെളിവാക്കിയത് സ്വതന്ത്ര എന്നുള്ളതാണ്. ആ സ്വതന്ത്ര എന്ന നിലയിൽ നിരുപാധികമായ പിന്തുണയാണ് KR ഔസേപ്പിന് CPIM നൽകിയത്. എന്നാൽ ഇവിടെ BJP കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചു വന്ന 8 പേർ രായ്ക്ക് രാമാനം BJP-ക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. കോടിക്കണക്കിന് രൂപയുടെ കോഴയാണ് ഇതിൻ്റെ പിറകിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇത് ഇന്നലെ തുടങ്ങിയതല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് ശ്രീമാൻ TN പ്രതാപൻ വലിയ വോട്ടിൽ തോറ്റു. ആ തോറ്റതിൽ കോൺഗ്രസിൻ്റെ വോട്ട് BJP-ക്ക് പോയിട്ടുണ്ട് എന്ന് ശ്രീമാൻ TN പ്രതാപൻ തന്നെ വെളിവാക്കിയിട്ടുള്ളതാണ്. ആ കച്ചവടം ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് CPM-ഉം LDF-ഉം തോറ്റത് ഏതാണ്ട് 5 വാർഡുകളിൽ 50-ൽ താഴെ വോട്ടിനാണ് തോറ്റിട്ടുള്ളത്. അപ്പോൾ അവിടെയും നമുക്ക് സൂക്ഷ്മമായി കാണാൻ വേണ്ടി കഴിയുന്നത് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ BJP-യും കോൺഗ്രസും നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് ഭാഗമായി നമ്മുടെ ഈ പഞ്ചായത്തിനകത്ത് ഇന്ന് ആവിഷ്കൃതമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് പിറന്നിരിക്കുന്നു. ഇത് കേരളീയ പൊതുസമൂഹമാകെ തള്ളിക്കളയും. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ മഹാത്മാഗാന്ധിയുടെ പേര് പോലും വെട്ടിക്കളയുന്ന BJP-യും RSS-ഉമായി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസിന് അവരുമായി ബാന്ധവത്തിൽ ഏർപ്പെടാൻ വേണ്ടി കഴിയുക? ഇപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രായത്താകമാനം കരോൾ സംഘത്തെ ആക്രമിക്കുന്നു, പള്ളികളെ വേട്ടയാടപ്പെടുന്നു, ക്രിസ്ത്യാനി നമ്മുടെ പുരോഹിതന്മാരെയും അതുപോലെ കന്യാസ്ത്രീകളെയും ആക്രമിക്കപ്പെടുന്നു. ഇതൊക്കെ രാജ്യത്തെമ്പാടും പെരുകുമ്പോൾ അതിനെതിരായി ഇന്ത്യയിലെ മതനിരപേക്ഷത കാക്ഷിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടത്തിലാണ് ഇവിടെ BJP-യും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ഇടതുപക്ഷ ഭരണത്തെ അട്ടിമറിക്കാനുള്ള പരിശ്രമമായി മുന്നോട്ട് പോകുന്നത്. ഇത് മട്ടത്തൂരിലെ, കേരളത്തിലെ, ഇന്ത്യയിലെ മതനിരപേക്ഷ ജനസമൂഹം തള്ളിക്കളയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.